ജനകീയ പ്രതിരോധ ജാഥയിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കാത്തതിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. ഇത് പാർട്ടിയുടെ ജാഥയാണെന്നും ഇ.പി. ജയരാജൻ LDF കൺവീനറാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജാഥയുടെ എവിടെയെങ്കിലും വെച്ച് ഇ.പി. ജയരാജൻ ഭാഗമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് പാർട്ടി ജാതിയല്ല, LDF ജാതിയാണ് ചെയ്യാൻ പറ്റുക. LDFന്റെ കൺവീനറായ സഖാവ് ഇ.പി. ജയരാജൻ ഈ ജാതിയുടെ ഏതെങ്കിലും ഭാഗമായിട്ട് വരാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ പേരെ വെറുതെ ആവശ്യമില്ലാതെ ഇനിയിപ്പോൾ നാളെ ഒരു വാർത്ത വരും വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ല. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പറയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വന്നില്ല. നിങ്ങൾക്ക് ഈ മാതിരി വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളോട് എന്തിനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നടിയെ ആക്രമിച്ച കേസിൽ ഇര നേരിടേണ്ടി വന്നത് ക്രൂരമായ അക്രമമെന്ന് ഹൈക്കോടതി. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ഇടെയാണ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഉത്തരവ് പറയാൻ മാറ്റി. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ ഹൈക്കോടതി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ആണ് പറഞ്ഞത്? ഇരയ്ക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ അക്രമമാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാഭാവികമായും മറ്റ് ഈ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നടത്തിയിട്ടുണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? മനു, നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പൾസർ സുനി ഹൈക്കോടതിയിൽ വീണ്ടും അപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇര അനുഭവിച്ചത് ക്രൂരമായ അതിക്രമമാണ് എന്ന് ഇരയ്ക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ ആക്രമണമാണെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ഒപ്പം തന്നെ 6 വർഷമായി വിചാരണ തീരാതെ ജയിലിൽ പ്രതി തുടരുമ്പോൾ ജാമ്യം ഒരു അവകാശമായി മാറില്ലേ എന്നും പ്രോസിക്യൂട്ടറോട് ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണന്റേതാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന പരാമർശം. പ്രതിക്കെതിരെയുള്ള കുറ്റം ഗൗരവമേറിയതാണെന്നും പ്രഥമ ദൃഷ്ട്യാ ഇരയുടെ മൊഴിയും തെളിവുകളും പ്രതിക്കെതിരെ ഉള്ളതാണെന്നും ജാമ്യം നൽകരുത് എന്നും പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. ഏതായാലും പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വാദം പൂർത്തിയായിട്ടുണ്ട്. ഉത്തരവ് പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിച്ചത്. വിവിധ വിധിന്യായങ്ങൾ പ്രതിയുടെ അവകാശത്തെ അനുകൂലിക്കുന്നു എന്നും ജഡ്ജി ഈ വാദത്തിനിടെ പറയുകയുണ്ടായി. ഏതായാലും കേസിൽ എറണാകുളം സെഷൻസ് കോടതിയിൽ സാക്ഷികളുടെ മൊഴിയെടുപ്പ് പൂർത്തിയാകുന്നു. ഇനി അന്തിമവാദം മാത്രമേ ബാക്കിയുള്ളൂ എന്നും പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂട്ടർ ശക്തമായി എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ ഉത്തരവ് പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം കറുകച്ചാലിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. കറുകച്ചാൽ ഉമ്പിടി സ്വദേശി കുറ്റ്യാനിക്കൽ ബിനു ആണ് കൊല്ലപ്പെട്ടത്. പ്രതികളായ വിഷ്ണു, സെബാസ്റ്റ്യൻ എന്നിവർ സ്റ്റേഷനിൽ കീഴടങ്ങി. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? കൂടുതൽ എന്തെങ്കിലും ഈ പ്രതികൾക്ക് ഈ കൊല്ലപ്പെട്ട ആളുമായി എന്തെങ്കിലും വൈരാഗ്യങ്ങൾ കൂടുതലായി ഉണ്ടായിരുന്നോ? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? മനു, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ തമ്മിൽ ചില സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇതിൽ കല്യാണം വിളിക്കാത്തതിനാണ് ഈ ബിനു സെബാസ്റ്റ്യന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞത്. അതായത് സെബാസ്റ്റ്യന്റെ കല്യാണമായിരുന്നു, അതിന് ബിനുവിനെ വിളിച്ചിരുന്നില്ല. ഇതിനൊരു വൈരാഗ്യം മൂലം സെബാസ്റ്റ്യന്റെ വീടിന് കല്ലെറിഞ്ഞു. വിഷ്ണുവിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ 2 പ്രശ്നങ്ങൾ ഈ അടുത്തിടെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി 9 മണിയോടെ ഈ ബിനുവിനെ ഇവർ 2 പേർ ചേർന്ന് വെട്ടി കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി വെട്ടേറ്റെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുവന്നു. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെ വിഷ്ണുവും സെബാസ്റ്റ്യനും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട്. പോലീസ് ഇവരുടെ കസ്റ്റഡി രേഖപ്പെടുത്തി തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പ്രതികൾ കീഴടങ്ങിയുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇനി സാധ്യതയില്ല. പ്രതികൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ മൊഴിയും മറ്റും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബിനുവിനെ അപ്പാടെ നിരവധി വെട്ടേറ്റിരുന്നു. രക്തം വാർന്ന് പോകുന്ന സാഹചര്യമുണ്ടാണ് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം ആയിരിക്കും ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. നന്ദി ശ്രീജിത്ത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇന്ന് ഇഡിക്ക് മുമ്പിൽ ഹാജരായിട്ടില്ല. അതോ ഉൾപ്പെടെയുള്ള വാർത്തകൾ വരാനുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് സംഭാവന ചോദിച്ച് മണൽ കടത്തുകാരനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. പത്തനംതിട്ട കുറിയന്നൂർ
പുളിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ 15,000 രൂപ ആവശ്യപ്പെടുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. പണം നൽകിയില്ലെങ്കിൽ മണൽ വാരുന്ന വിവരം പോലീസിൽ അറിയിക്കുമെന്നായിരുന്നു ഭീഷണി. പണം നൽകിയാൽ എത്ര ലോഡ് വേണമെങ്കിലും വാരിക്കോളാനും നിർദ്ദേശമുണ്ട്. എന്താ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം എന്തോ? എന്താ ഞാൻ ഒരു 3 തരാം. അതുപോലെ പറ്റത്തില്ല. പക്ഷേ അതെങ്ങനെയാ നടക്കുന്നത്? നിങ്ങൾ 5 വീട്ടിൽ ലോഡ് കൊടുക്കും, നമ്മൾ ഇന്നലെ പൈസ ചോദിച്ചിട്ടുണ്ടോ? അവിടെ എത്ര പേര് വാരുന്നുണ്ട്? നമ്മള് തലപടുത്ത് ചുമന്നാടാ. ആരുടെയൊക്കെ വണ്ടി അവിടെ വരുന്നുണ്ട് വാരാൻ? വണ്ടി കുഞ്ഞു മാത്രമല്ല, വണ്ടി ഇറക്കത്തില്ല ഇവിടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ പാർട്ടിയെ വെറുപ്പിച്ച് മണ്ണ് വരാൻ പറ്റും? നീ സി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ ശരിയാവാൻ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ 3 തരാം. ഇത് തര പഠിച്ചു വരുത്തണ്ട സംഭവം. അര പഠിച്ചു വരുന്ന എല്ലാ ദിവസവും 3 രൂപ നിങ്ങൾ തരുന്നില്ലല്ലോ. എന്താടാ? നിങ്ങൾ എല്ലാ ദിവസവും അവിടെ നിന്ന് ലോഡ് വിടുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഒന്നില്ല. നിനക്കറിയാൻ പറ്റണ്ട, ആഴ്ചയിൽ 1-2 ദിവസം പണി, അത്രേ ഉള്ള. ഞാൻ ഓടിച്ചാലും വിളിച്ചായിരുന്നു, ഇനി ഒന്ന് വിളിക്കാൻ പറഞ്ഞായിരുന്നു. നീ ഓടിച്ചാനെ ഒന്നും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ ശല്യം ചെയ്യല്ലേ. ജയരാജുവും അല്ല ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നാ കിഴക്കേല്? ബ്രാഞ്ച് സെക്രട്ടറി ജയരാജുവും അല്ല ഇവിടെ. നമ്മുടെ രാജാന്റെ കാര്യമെന്ന് പറഞ്ഞു. രാജാനല്ല ഇപ്പൊ ആള് മാറി, വേറെ ആളാ. ഈ കളി എല്ലാ കളി നമുക്കറിയാം. എന്തോ ആ പരിപാടി എന്ത് രീതിയിലാ ഇത് പോകുന്നതിനൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാ നിങ്ങളെ ഒന്ന് പിടിക്കണമെന്ന് വിചാരിച്ചതും. ഒത്തിരി പരാതി വന്നിട്ടുണ്ട്. നാളെ ഇപ്പൊ ഞാനിപ്പോ വിളിച്ചത് നാളെ ഇപ്പൊ ഞാൻ പരാതി കൊടുക്കും. പേര് വെച്ച് ഞാൻ പരാതി കൊടുക്കും. SP കൊടുക്കുന്നത് പേര് വെച്ച് മണ്ണ് വാരുന്നുണ്ട്. താക്കോൽ ഇന്നാരുടെ കയ്യിലാണ്. ഇന്ന വീട്ടിൽ ഇന്നാരുണ്ട്. ഞാൻ എന്റെ പേര് അങ്ങോട്ട് പരാതി കൊടുക്കാൻ പോവും. അതിനു മുമ്പ് നമ്മൾ ഇന്നും കാണുന്നവരായോണ്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ശല്യമല്ല, എനിക്ക് ഇവിടുത്തെ പാർട്ടിയെ വെറുപ്പിച്ച് ഞങ്ങൾക്ക് ഒരു പരിപാടി ഞങ്ങൾ സമ്മതിക്കത്തില്ല. 3 രൂപ പറഞ്ഞില്ലേ? 3 രൂപ തന്നെ നിങ്ങളുടെ ഇത് വേണ്ട, ദാനം വേണ്ട പാർട്ടിക്ക് ഇവിടെ. ഇത് തൻ്റെ ശബ്ദം തന്നെയാണെന്നും എഡിറ്റ് ചെയ്തതായിരിക്കാം എന്നും ബ്രാഞ്ച് സെക്രട്ടറി അരുൺ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, നേരത്തെ ഈ ജാതിയിലേക്ക് ആളെ എത്തിക്കുന്നതാണ് വലിയ വിവാദമായിരിക്കുന്നത്. ഇപ്പോഴത് അതിനു പുറകെ പണം പിരിക്കുന്നതും വലിയ വിവാദമായി വരികയാണ്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത്തരം ഭീഷണി ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? കൂടുതൽ ആളുകളെ ഈ പ്രാദേശിക നേതൃത്വം ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? മനു, അത്തരത്തിൽ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ജനകീയ പ്രതിരോധ യാത്രയ്ക്കായി മണൽ കടത്തുകാരോട് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് പത്തനംതിട്ട കുറിയന്നൂർ പുളിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി അരുണാണ് ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. 15,000 രൂപ വേണമെന്നാണ് അരുൺ ആവശ്യപ്പെടുന്നത്. എന്നാൽ 3,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെ 15,000 രൂപ തന്നെ വേണം. പണം തന്നില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകിയിട്ട് ഈ മണൽ കടത്തുന്ന ലോറിയും ഒപ്പം ആളുകളെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് സ്വീകരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഫോൺ സംഭാഷണം ഉള്ളത്. എന്തായാലും മാക്സിമം പണം കൊടുക്കാൻ 3,000 രൂപ കൊടുത്ത് സെറ്റിലാക്കാൻ ഈ ഫോൺ സംഭാഷണത്തിലൂടെ ഈ മണൽ കടത്തുന്നവർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സമ്മതിക്കാതെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണമാണുള്ളത്. പക്ഷേ ഇക്കാര്യം അരുൺ എന്നാൽ ഇക്കാര്യം നിഷേധിക്കുകയാണ്. പക്ഷേ തന്റെ ശബ്ദം തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെന്ന രീതിയിലാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ജനകീയ പ്രതിരോധ യാത്രയുമായി ഉണ്ടാകുന്ന വിവാദങ്ങൾ കൂടി ഇത്തരത്തിൽ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിക്കണമെന്നുള്ളൊരു വിവാദമായ ഒരു വാർത്ത കൂടി വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ മണൽവാര തൊഴിലാളികളിൽ നിന്നും, അതായത് മണൽ കടത്ത് തൊഴിലാളികളിൽ നിന്നും പണം ആവശ്യപ്പെടുന്ന ഓഡിയോ സന്ദേശം കൂടി പാർട്ടിയുടെ സെക്രട്ടറി പറയുന്ന ഒരു സംഭാഷണം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഇതിനെതിരെ ഒരു വിമർശനവുമായി രംഗത്ത് വരാനുണ്ട്. ചിലപ്പോൾ പരാതിയൊക്കെ പല കോണുകളിൽ നിന്നും കൊടുത്തേക്കാം ഈ ഭീഷണിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ. ഈ ഭീഷണിപ്പെടുത്തിയ ആളുടെ ഒരു നിലപാട് എന്താണ്? ഈ ഭീഷണത്തിന് വിധേയനായ ആൾ കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നാണോ പറയുന്നത്?
അത്തരത്തിൽ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. എന്തായാലും അരുൺ ഇക്കാര്യത്തിൽ എഡിറ്റ് ചെയ്തായിരിക്കും തന്റെ ശബ്ദമാണെന്നും, പക്ഷെ എന്നാൽ താൻ പറയാത്ത കാര്യം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം കൂടി ആണ് അരുൺ വ്യക്തമാക്കുന്നത്. പിന്നീട് അരുണിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത അവസ്ഥ കൂടിയുണ്ട്. നമ്മൾ 2 പ്രാവശ്യം അരുണിനെ ഫോണിൽ വിളിച്ച ഇക്കാര്യം കൃത്യമാണോ എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ വിളിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം അരുൺ പിന്നീട് ഫോൺ എടുത്തിട്ടില്ല. എന്തായാലും ഈ ഒരു ജനകീയ പ്രതിരോധ യാത്രയുമായി ഈ മണൽ കടത്തുകാരുടെ നിന്നും പണം ആവശ്യപ്പെടുന്നത് വലിയൊരു വിവാദത്തിന് ജില്ലയിൽ ഉണ്ടാക്കിയിട്ട് ഈ ജാഥ ഇനിയും ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ എത്തുമ്പോൾ തന്നെ വലിയൊരു വിവാദമായി മാറാൻ ചിലപ്പോൾ ഒരുപക്ഷെ സാധ്യതയുണ്ട്. എന്തായാലും ഇക്കാര്യം പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഒന്നും ഇതുവരെ ഇത് സംബന്ധിച്ച് പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. മനു, ഏതായാലും പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം ഉടൻ പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് എല്ലാവരും വാർത്ത കൊടുത്തില്ലേ? ബാലഗോപാലൻ പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ ചാനലിലെല്ലാം വന്നില്ലേ? GST കുടിശ്ശിക സംസ്ഥാനത്തിന് 20,000 കോടി കിട്ടാനുണ്ട്. ഗോവിന്ദൻ ജാഥയിലുടനീളം പ്രസംഗിക്കുന്നത് 40,000 കോടി കേന്ദ്രം തരാനുണ്ട്. എന്ത് കൊട്ടക്കണക്കാണ് ഈ പറയുന്നത്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടനാണ്? നിങ്ങൾക്ക് ഏത് വകുപ്പിലാണ് 40,000 കോടി കിട്ടാനുള്ളത്? പാർലമെന്റിൽ MK പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി നിർമ്മല സീതാരാമൻ 750 കോടി രൂപയെ കിട്ടാനുള്ളൂ എന്ന് വ്യക്തമാക്കിയപ്പോൾ അതിനുശേഷമല്ലേ ഇപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സമ്മതിച്ചത്? ഇത്രയും കാലം ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നില്ലേ CPM-ഉം ധനകാര്യമന്ത്രിയും? അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാൻ, പാവങ്ങളുടെ മേൽ സെസ് വർദ്ധിപ്പിക്കാൻ അവർ കേന്ദ്രത്തെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നടപ്പില്ല ഗോവിന്ദ. ഞങ്ങൾ വിശദമായിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്താണ് കേന്ദ്രം കേരളത്തിന് നൽകുന്നത്. ഒരു കള്ളം കൂടി പൊളിഞ്ഞല്ലോ, ഇവിടെ ക്യാപ്സൂള് ഭയങ്കരമായിട്ട് ഇറങ്ങിയല്ലോ. ഞങ്ങൾ CPM-ന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണം ആണോ? ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന്റെ 25% സംസ്ഥാന ഗവൺമെന്റ് നൽകാമെന്ന് നേരത്തെ നിതിൻ ഗഡ്കരിയും പിണറായിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പിണറായി വിജയൻ സമ്മതിച്ചതാണ്. മാന്യന്മാര് ഒരു കാര്യം ഒരു ചർച്ചയിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കും. അമാന്യമായ നടപടിയാണ് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഒരു സാധാരണ നിലയ്ക്ക് ഒരാളും അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ ഞങ്ങൾ 25% തരില്ല എന്നാണ്. നാഷണൽ ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ 25% സംസ്ഥാനം കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ്. അത് കൊടുക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പറയുന്നത്? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഭീമമായിട്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. GST കുടിശ്ശിക വലിയ തോതിൽ ഉണ്ടായിരുന്നുവെന്ന തെറ്റായ വിവരമാണ് സംസ്ഥാന ധനമന്ത്രി നൽകിയത്. അത് മാധ്യമങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചു എന്ന വിമർശനമാണ് സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. എന്നാൽ 750 കോടി കൊടുക്കാനുള്ളൂവെന്നും അത് ഉടൻ കൊടുക്കുമെന്ന കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. വാർത്തകൾ തുടരുന്നുണ്ട്, പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമത്തിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന 40 വയസ്സിന് മുകളിലുള്ളവരുടെ കൂട്ടായ്മയായ മലപ്പുറം ജില്ലാ വെറ്ററൻ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അഥവാ MVSFA ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിൽ നടന്ന 3ാമത് 11 സൂപ്പർ ലീഗിൽ 7 ജില്ലകളിൽ നിന്നായി 150-ലധികം കളിക്കാരാണ് ബൂട്ടണിഞ്ഞത്. മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് മുൻ ജില്ലാ പോലീസ് മേധാവി അബ്ദുൽ കരീം എത്തി. ജേഴ്സിയും ബൂട്ടുമണിഞ്ഞ് മൈതാനത്തിറങ്ങിയവരെല്ലാം 40-നും 70-നും ഇടയിൽ പ്രായമുള്ളവർ. 3 വർഷങ്ങൾക്ക് മുൻപ് മങ്കട സ്വദേശിയായ ആലങ്കടൻ ഷാജിയും വണ്ടൂർ സ്വദേശിയായ പോത്തങ്ങോടൻ നൌഷാദും 60 അംഗങ്ങളുമായി രൂപീകരിച്ച MVSFയിൽ ഇന്ന് 7 ജില്ലകളിൽ നിന്നായി 600-ലധികം അംഗങ്ങളുണ്ട്. ആരോഗ്യ സംരക്ഷണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലക്ഷ്യം വെച്ച് 40 വയസ്സ് കഴിഞ്ഞവർക്ക് കളിക്കാനുള്ള അവസരമൊരുക്കുകയാണ് കൂട്ടായ്മയുടെ ആദ്യ ലക്ഷ്യം. എടവണ്ണയിലെ സ്റ്റേഡിയത്തിൽ പ്രായം ഒരു അക്കം മാത്രമായി കളിക്കാർ മത്സരിച്ച് കളം നിറഞ്ഞു. ഒരു ടീമിൽ 11 കളിക്കാർ വീതം 8 ടീമുകൾ ഏറ്റുമുട്ടി. ഏതെടുത്താലും അതിൻ്റെതായ രീതിയിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ എന്നുള്ളവർക്ക് വലിയ വാശിയാണ്. ഇവിടെ നിങ്ങൾ 8 ടീമേ ഉള്ളൂ. അപ്പോൾ ആ കളിയിൽ എത്രത്തോളം വാശിയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് പറയാനുള്ളത് കളി വാശിയൊക്കെ നല്ലത് തന്നെയാണ്. ടൂർണമെന്റിൽ അത് ജയിക്കാനുള്ള വാശി ആവണം. ജയിക്കാനുള്ള വാശിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കെട്ടുറപ്പിന് ഒരു സംഘടന എന്ന് പറയുന്നത് കെട്ടുറപ്പ് വേണം. അതിൽ എന്താണോ റഫറിമാർ അല്ലെങ്കിൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം, ഗ്രൗണ്ടിനകത്താണെങ്കിൽ റഫറി എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിനനുസരിച്ച്
മുമ്പോട്ട് പോകണം എന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ ഈ കളിയെ നമുക്ക് കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. വെറും കളി മാത്രമല്ല ഈ കൂട്ടായ്മയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. മുൻപ് പ്രളയകാലത്ത് 4 ലക്ഷം രൂപയുടെ അടക്കം ഇതിനോടകം 9 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. കൂട്ടായ്മയിലേക്ക് അംഗത്വത്തിനായി ആവശ്യക്കാരേറിയതോടെ ഇനി സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുകയാണ് സംഘാടകരുടെ അടുത്ത ലക്ഷ്യം. ന്യൂസ് 18 മലപ്പുറം. കട്ടപ്പന ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടന്ന മിസ് ഇടുക്കി മത്സരത്തിൽ വിജയ കിരീടം ചൂടി അടിമാലി സ്വദേശി രേഷ്മ മനോജ്. 19 സുന്ദരികളോട് പൊരുതിയാണ് രേഷ്മ കിരീടത്തിൽ മുത്തമിട്ടത്. കട്ടപ്പന ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് മിസ് ഇടുക്കി മത്സരം സംഘടിപ്പിച്ചത്. 100-ലധികം മത്സരാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 19 സുന്ദരികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിലാണ് സുന്ദരികൾ പങ്കെടുത്തത്. വാശിയേറിയ മത്സരത്തിൽ അടിമാലി സ്വദേശിനി രേഷ്മ മനോജ് മിസ് ഇടുക്കിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അണക്കര സ്വദേശിനി കൊച്ചിത്രേസ്യ റെജി ഫസ്റ്റ് റണ്ണറപ്പായി. കട്ടപ്പന സ്വദേശിനി നക്ഷത്ര ശ്രീകുമാറാണ് സെക്കൻഡ് റണ്ണറപ്പ്. മികച്ച വസ്ത്രധാരണ വിഭാഗത്തിൽ നീന റോസ് ജോസും മികച്ച ചാമിംഗ് വിഭാഗത്തിൽ പ്രാർത്ഥന ലാലുവും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഹെയർ വിഭാഗത്തിൽ ആഷ്ലി ബെന്നിനാണ് പുരസ്കാരം. മികച്ച ഫോട്ടോജനിക് വിഭാഗത്തിൽ നേഹ ടി ജോസും പുരസ്കാരത്തിന് അർഹയായി. സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റ് ജെഫ്രിയ ജോബി, മോഡൽ അശ്വിക ഓംകുമാർ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനർ ജസ്ന കുര്യാക്കോസ് എന്നിവർ അടങ്ങുന്ന ജഡ്ജിംഗ് പാനലാണ് വിധി നിർണയം നടത്തിയത്. ന്യൂസ് 18 കട്ടപ്പന. കോഴിക്കോട് അത്തോളിയിൽ ജൈവ കൃഷി ജീവിതമാക്കിയ 2 പേരുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകനും കരസേനയിൽ നിന്ന് വിരമിച്ച അച്ഛനും. ഇവരെ പരിചയപ്പെടാം. ശ്രീജിത്ത് സി കല്ലുമുട്ടിയുടെ റിപ്പോർട്ട്. ഔഷധ ഗുണമുള്ള പച്ചക്കറിയാണ് പ്രധാന ഉദ്ദേശം. ഉണ്ടാക്കുന്നത് അതിനാണ്. പിന്നെ ജൈവ വിത്താണ്, നാടൻ വിത്ത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ തൈ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വിത്തുകളും വിതരണം ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും വിത്ത് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഓട്ടോമേഷനാണ് ഇൻട്രസ്റ്റഡ്. അപ്പം നമ്മൾ കൃഷി പാരമ്പര്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഫാം ഓട്ടോമേഷനിലേക്ക് ഞാൻ കിടന്നു. അപ്പോൾ ഫാം ഓട്ടോമേഷനിൽ ഒരു ഫാം എങ്ങനെ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് നനയ്ക്കാൻ പറ്റും, കീടനാശിനി കൊടുക്കാൻ പറ്റും, അതേപോലെ വളങ്ങൾ കൊടുക്കാൻ പറ്റുന്നുള്ള ഫീൽഡിലേക്കാണ് ഇറങ്ങുന്നത്. എനിക്ക് ഇത് ബേസ്ഡ് ആയിട്ട് ഞാനൊരു ഓട്ടോമേഷൻ്റെ കമ്പനി സ്റ്റാർട്ടപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വാബ്യ എന്ന് പറഞ്ഞ്. മകനെ ഞാനൊരു കഷ്ടപ്പെട്ട ലെവലിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മകനെ എങ്ങനെയെങ്കിലും എൻ്റെ മാതിരി ആവാതെ, എൻ്റെ അവസ്ഥ വരാണ്ട് നല്ലൊരു ജോലി സംഘടിപ്പിച്ച് കൊടുക്കണം എന്നുള്ള അതിനും അവൻ്റെ അഭിപ്രായം. പക്ഷേ അവന് വലുതായപ്പോഴേക്കും അവന് കൃഷിയിലേക്കാണ് താല്പര്യം കണ്ടത്. അപ്പം ഞങ്ങൾ ജോയിൻ്റ് ആയിട്ടിപ്പോൾ കൃഷി നടത്തുകയാണ്. ഫാം ഓട്ടോമേഷൻ്റെ പരിപാടി നടത്തുന്നു. നമ്മുടെ
ഈ മാനുവൽ ലേബർ കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫാം നമ്മുടെ ഫോണിൽ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ ആപ്പ് വെച്ചിട്ട് ഇത് നനയ്ക്കാനും കീടനാശിനി കൊടുക്കാനും വളം കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിലെന്താ വെച്ചാൽ ഒരു കർഷകന്റെ ടൈം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഈ ഫാമിൽ കൃഷി ചെയ്തപ്പം ഒരു ദിവസം നമുക്കൊരു 6 മണിക്കൂർ 5 മണിക്കൂർ ഈ നനയ്ക്കാൻ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിപ്പോൾ ഫുള്ള് ഓട്ടോമാറ്റിക് ആയപ്പം ഇത് 2 ദിവസം 3 ദിവസം കൂടുമ്പം ഒരു 2 മണിക്കൂർ മാത്രം ഈ ഫാമിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ ജൈവ ഭക്ഷണം കഴിക്കണം, അതേമാതിരി തന്നെ ഒരു 10 പേർക്കെങ്കിലും നാടൻ വിഷരഹിത പച്ചക്കറി കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊരു സേവനമായിട്ടാണ് ഞാൻ കാണുന്നത്. കൃഷിക്കാരൻ ഇതിലൊരു ലാഭമൊന്നും നമ്മൾക്ക് അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ ഒരു സേവനം അത് അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഫാം സ്റ്റാർട്ട് ചെയ്തപ്പം ഇവിടെ ആൾക്കാർ ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് പറിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്യുക. എന്നാലും നമ്മുടെ ആ ഒരു സെല്ല് ചെയ്യുന്നത് ഒരു കൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു 8 ടൈപ്പ് ഓഫ് ജൈവ നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ കുറച്ച് വിത്തുകൾ കൃഷി ചെയ്തിട്ട് അത് നമ്മൾ വിത്താക്കിയിട്ട് പല ഓൾ അറൗണ്ട് ഇന്ത്യ നമ്മൾ ഓൺലൈൻ ത്രൂ സെല്ല് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ മാർക്കറ്റ് നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബ്രാൻഡ് ഇമേജ്, ജൈവരീതി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇമേജും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർക്കൊപ്പം കുതിച്ചുപാഞ്ഞ ഒരു സിൽ ട്രക്ക് നമ്മുടെ വയനാട് വൈത്തിരിയിൽ ഉണ്ട്. ഈ ട്രക്ക് കാണാൻ നിരവധി പേരാണ് വയനാട്ടിലെ വൈത്തിരിയിലേക്ക് എത്തുന്നത്. EVN ഗ്രൂപ്പ് ചെയർമാൻ ജോസ് മാത്യു ആണ് തല ഉയർത്തി നിൽക്കുന്ന ഈ ഭീമൻ ട്രക്കിനെ വയനാട്ടിലെത്തിച്ചത്. 1999 മെയ് 8 മുതൽ ജൂലൈ 26 വരെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായിരുന്നു ഈ കൂറ്റൻ വാഹനം. റോൾസ് റോയ്സിന് തുല്യമായ ആഡംബര കാറുകൾ നിർമ്മിച്ചിരുന്ന റഷ്യൻ കമ്പനിയായ സില്ലാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. മിസൈലുകൾ റീഫിൽ ചെയ്യുന്നതിനാവശ്യമായ ഓക്സിജൻ സിലിണ്ടറുകൾ യുദ്ധഭൂമിയിൽ എത്തിക്കുന്നതിനും ഈ വാഹനം നിർണായക പങ്ക് വഹിച്ചിരുന്നു. 2.9 മീറ്റർ ഉയരമുള്ള ഈ ട്രക്കിന് ഏത് കയറ്റവും ഇറക്കവും അനായാസമായി കയറിയിറങ്ങാൻ കഴിയും. ഒരു 6-7 വലിയ ട്രക്കുകൾ, ഒന്ന് മാക്ക്, ഒന്ന് ടെട്ര, അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിലുള്ളതാണ്. പിന്നെ ക്രാസ്, ദാറ്റ് ഓൾസോ റഷ്യൻ മേക്കാണ്. ക്രാസ് വലിയ വണ്ടി. ക്രാസിൻ്റെ 3 വണ്ടിയുണ്ട്. ഇത് കാശ്മീർ ബോർഡറിൽ നിന്നും രാജസ്ഥാൻ ബോർഡറിൽ നിന്നും ഓൺലൈൻ ഓപ്ഷനിലെടുത്ത് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത്, വണ്ടിക്കാരും കൂടുതൽ കാശായത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി റെഡിയാക്കി നിർത്തിയതാണ്. അപ്പോൾ വരുന്ന ആളുകൾക്ക് ഇനി ഇത് കാണണം. ഇതൊക്കെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ മിലിറ്ററിയിൽ ഉണ്ടാവില്ല ഈ സൈസ് വണ്ടികളൊക്കെ, തീരും. സൈനികർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സജ്ജീകരണങ്ങളോട് കൂടിയാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ജോസ് മാത്യുവിന്റെ ശേഖരത്തിൽ 5ലധികം ട്രക്കുകൾ ഇനിയുമുണ്ട്. വൈത്തിരിയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിയ ട്രക്ക് കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 വയനാട്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ദേവിയെ കാപ്പുകെട്ടി കുടി ഇരുത്തിയതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം ആയത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കോവിഡ് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നിരവധി നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതില്ല എന്നതും ശ്രദ്ധേയമാണ്. തലസ്ഥാന നഗരം ഉത്സവത്തിനായി ഒരുങ്ങി. എങ്ങും ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. മാർച്ച് 7-നാണ് ആറ്റുകാൽ പൊങ്കാല. കോവിഡ് നിയന്ത്രണങ്ങൾ ഇല്ലാത്ത പൊങ്കാലയ്ക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിന്റെ ഭാഗമായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ ലക്ഷങ്ങൾ വന്ന് പോകുന്ന സ്ഥലത്താണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓരോ ചെറിയ കാര്യങ്ങളിലും കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി ഒരു പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അതാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചത് ഞങ്ങളോട് സൂചിപ്പിച്ചത്. തിരക്ക് കൂടുമെങ്കിലും യാത്രാ സൗകര്യത്തിന് കുറവുണ്ടാകില്ല എന്ന് മന്ത്രി ആന്റണി രാജു.
പൊങ്കാല കഴിഞ്ഞ് ജനങ്ങൾക്ക് മടങ്ങാൻ, ഭക്തജനങ്ങൾക്ക് മടങ്ങുന്നതിനും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ KSRTCയുടെ ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിന് ജില്ലയിൽ വൻ പോലീസ് സന്നാഹത്തെയും വിന്യസിക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിന് 2000 പുരുഷ പോലീസിനെയും 750 വനിതാ പോലീസിനെയും നിയോഗിക്കാനാണ് തീരുമാനം. പോലീസ് കൺട്രോൾ റൂംസിന്റെ എണ്ണം കൂട്ടാൻ പോവാണ്. വി ഹാവ് 1 മെയിൻ പോലീസ് കൺട്രോൾ റൂം. അതുകൂടാതെ ഒരു 3 അഡീഷണൽ കൺട്രോൾ റൂംസ് ഉണ്ടാവും. ജനങ്ങൾക്ക് വേണ്ടി 10 അഡീഷണൽ എയ്ഡ് പോസ്റ്റ് ഉണ്ടാവും. ഈ കൺട്രോൾ റൂംസിൽ നമ്മൾ CCTV മോണിറ്ററിംഗ് ഉണ്ടാവും. ഇത്തവണ CCTVയുടെ എണ്ണം നമ്മൾ കൂട്ടാൻ പോവാണ്. പുതിയ ഏരിയാസിൽ നമ്മൾ CCTVs വെക്കാൻ പോവാണ്. വെള്ളം ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണ വിതരണത്തിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും മെഡിക്കൽ ടീമും ആംബുലൻസ് സൗകര്യവും ഉറപ്പാക്കും. ഉത്സവ മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ 6 കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. തിരുവനന്തപുരം. കൃഷി പഠിക്കാൻ സർക്കാർ സംഘത്തിനൊപ്പം ഇസ്രയേലിൽ എത്തിയ ശേഷം കാണാതായ മലയാളി കർഷകൻ നാട്ടിൽ തിരിച്ചെത്തി. പുലർച്ചെ 4-നാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശി ബിജു കുര്യൻ കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയത്. മുങ്ങിയതല്ലെന്നും പുണ്യസ്ഥലങ്ങൾ കാണാൻ പോയതാണെന്നും ബിജു കുര്യൻ പറഞ്ഞു. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോകിന്റെ നേതൃത്വത്തിൽ 27 പേരടങ്ങുന്ന സംഘം ഈ മാസം 12-നാണ് കൃഷി പഠനത്തിനായി ഇസ്രായേലിലേക്ക് പോയത്. സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നതിന്റെ തലേദിവസമാണ് സംഘത്തിലുണ്ടായിരുന്ന ബിജു കുര്യനെ കാണാതാകുന്നത്. തനിക്ക് വേണ്ടി തെരച്ചിൽ നടത്തേണ്ടതില്ലെന്നും സുരക്ഷിതനാണെന്നും കാണാതായതിനു പിന്നാലെ ബിജു വീട്ടുകാരെ അറിയിച്ചിരുന്നു. താൻ മുങ്ങിയതല്ലെന്നും പുണ്യസ്ഥലങ്ങൾ കാണാൻ പോയതാണെന്നും കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ബിജു കുര്യൻ പറഞ്ഞു. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഫീൽഡ് സന്ദർശനവും മറ്റു കാര്യങ്ങളുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള തിയറി മറ്റു കാര്യങ്ങളെല്ലാം വ്യാഴാഴ്ച കൊണ്ട് പര്യവസാനിച്ചു. പിന്നെ വെള്ളി ശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ഇങ്ങോട്ടേക്ക് വരേണ്ട ദിവസം, അതായത് 19-ാം തീയതി. അപ്പം അതിനു മുമ്പ് ഒരു വിശുദ്ധ നാട്ടിൽ ചെന്നിട്ട് ഒരു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ജെറുസലേം എന്ന് പറയുന്ന ദേവാലയത്തിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോയതിനു ശേഷം അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ബെത്ലഹേമിലേക്കും പോയി. മെയ് 8-നാണ് ബിജുവിന്റെ വിസ കാലാവധി അവസാനിക്കുന്നത്. എന്നാൽ നയതന്ത്ര സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ പോലീസ് ബിജുവിനെ നാട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു. കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ഉടനെ തന്നെ അന്വേഷണ സംഘം ബിജുവിന്റെ മൊഴിയെടുത്തു. ബിജുവിനെതിരെ കേസെടുക്കേണ്ടതില്ലെന്നും താക്കീത് നൽകിയാൽ മതിയെന്നുമാണ് സർക്കാർ നിലപാട്. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് മുതലമട പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ CPM-ന് തോൽവി. സ്വതന്ത്ര അംഗം കൽപ്പന ദേവിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 2 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരും. പ്രസാദ്, എന്താണ് ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? CPM-ന് പരാജയപ്പെടാൻ എന്താണ് കാരണം? മനു, ഇന്ന് നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ 8-നെതിരെ 9 വോട്ടുകൾക്കാണ് സ്വതന്ത്ര അംഗം കൽപ്പന ദേവി വിജയിച്ചിട്ടുള്ളത്. ഇതിലെ രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്നത്, നേരത്തെ അവിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്ത സമയത്ത് 3 BJP അംഗങ്ങൾ പാർട്ടി വിപ്പ് ലംഘിച്ചുകൊണ്ട് തന്നെ CPM-നെതിരെ വോട്ട് ചെയ്തിരുന്നു. അന്ന് നൽകിയിരുന്ന വിപ്പ് എന്ന് പറയുന്നത് അവിശ്വാസ പ്രമേയത്തിൽ നിന്നും വിട്ടുനിൽക്കുക. പ്രത്യക്ഷത്തിൽ അത് CPM-ന് ഗുണകരമാകുന്ന ഒരു തീരുമാനമാണ് ജില്ലാ നേതൃത്വം അന്ന് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ 3 അംഗങ്ങളും അന്നത്തെ അവിശ്വാസ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയും CPM അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ബേബി സുധയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബേബി സുധ തന്നെയാണ് CPM-ന് വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. സ്വതന്ത്ര അംഗമായ കൽപ്പന ദേവി മറുവിഭാഗത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. ഇന്നും ജില്ലാ നേതൃത്വം വിപ്പ് നൽകിയിരുന്നു. ഇന്നത്തെ വിപ്പും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നതായിരുന്നു. ഇതിൽ 3 അംഗങ്ങളിൽ 2 പേർ ജില്ലാ ഭാരവാഹികൾ കൂടിയായ പ്രദീപ് കുമാർ, സതീഷ് എന്നിവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും 3-ാമത്തെ അംഗം രാധ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതായത് BJP CPM-നെ രക്ഷിക്കാൻ BJP ജില്ലാ നേതൃത്വം നടത്തിയ ഒരു നാടകമായിരുന്നു ഈ വിപ്പെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത്. എന്തായാലും പ്രാദേശിക നേതൃത്വം അത് അവഗണിച്ചുകൊണ്ട് തന്നെ ഒരാളെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കുകയും കൽപ്പന ദേവി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നന്ദി പ്രസാദ്. മുതലമട പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കൽപ്പന ദേവി വിജയിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലെ ക്രമക്കേടിൽ കോട്ടയത്ത് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി വിജിലൻസ്. വിദേശത്ത് എഞ്ചിനീയറായ ചങ്ങനാശ്ശേരി സ്വദേശി
ഉൾപ്പെടെ നിരവധി പേർക്ക് ചട്ടം ലംഘിച്ച് സഹായം നൽകിയതായി കണ്ടെത്തി. സർക്കാരിന്റെ ദുരിതാശ്വാസ സഹായം ലഭിക്കാൻ അർഹതയില്ലാത്ത പലരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ദുരിതാശ്വാസ ഫണ്ട് വിതരണത്തിലെ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വിജിലൻസിന്റെ പ്രധാന കണ്ടെത്തൽ. അനർഹരെ തേടിയുള്ള വിജിലൻസിന്റെ യാത്ര തുടരുകയാണ്. വിദേശത്ത് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ചങ്ങനാശ്ശേരി സ്വദേശിക്ക് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. തൃക്കൊടിത്താനത്ത് സാമ്പത്തിക ഭദ്രതയോടെ സ്വകാര്യ സ്ഥാപനം നടത്തുന്ന വ്യക്തിക്ക് കിഡ്നി മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം നൽകി. സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ഏജന്റ് വഴി ദാതാവിന് 15 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് നൽകിയാണ് ഇദ്ദേഹം ചികിത്സ നടത്തിയത്. ഇവിടെയെല്ലാം ഫണ്ട് വിതരണത്തിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി അന്വേഷണ സംഘം പറയുന്നു. അപകടത്തിൽ മരണപ്പെട്ട ചങ്ങനാശ്ശേരി സ്വദേശിയുടെ അവകാശികൾക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകിയത് ചട്ടങ്ങൾ ലംഘിച്ചാണ്. ഇയാൾക്ക് ചങ്ങനാശ്ശേരിയിൽ 35,000 രൂപ പ്രതിദിന കച്ചവടം നടത്തുന്ന ഹോട്ടലുണ്ട്. 5 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 2 നില കെട്ടിടവും 6 സെന്റ് സ്ഥലവുമുള്ളതായി വിജിലൻസ് സംഘം നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. SP VG വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോട്ടയത്ത് പരിശോധന തുടരുന്നത്. ദുരിതാശ്വാസ ഫണ്ട് ലഭിച്ചവരുടെ പട്ടിക നോക്കി നേരിട്ട് വീട്ടിലെത്തിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തോട്ടം മേഖലയുടെ പുനരുദ്ധാരണത്തിനായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളിൽ തൊഴിലാളികൾക്ക് പരിഗണനയില്ല. എൻ കൃഷ്ണൻ നായർ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തോട്ടം ഉടമകൾക്ക് നികുതി ഒഴിവാക്കി കൊടുത്ത സർക്കാർ തൊഴിലാളികൾക്ക് ബാധകമായ ശുപാർശകളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. തോട്ടം മേഖലയുടെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് എൻ കൃഷ്ണൻ നായർ കമ്മീഷൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടാണിത്. തോട്ടം മേഖലയ്ക്ക് നികുതി ഇളവ്, തൊഴിലാളികൾക്ക് മികച്ച ആനുകൂല്യം നൽകണമെന്ന ശുപാർശ എന്നിവ അടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ പരിഗണനയ്ക്കെത്തിയത്. ശുപാർശകളെല്ലാം സർക്കാർ അംഗീകരിച്ചു. പക്ഷേ നടപ്പാക്കിയത് തോട്ടം ഉടമകൾക്ക് വേണ്ടിയുള്ള ശുപാർശകളാണെന്ന് മാത്രം. പ്ലാന്റേഷൻ നികുതി നിർത്തലാക്കി. കർഷകാദായ നികുതിയും ലയങ്ങളെ കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു. റബ്ബർ മരങ്ങൾ മുറിക്കാൻ വനം വകുപ്പിന് നൽകേണ്ട സീനിയറേജിൽ നിന്നും തോട്ടങ്ങളെ ഒഴിവാക്കി. ഇവയെല്ലാം നടപ്പിലാക്കിയപ്പോൾ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രധാന ശുപാർശകളോട് സർക്കാർ കണ്ണടച്ചു. ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഈ ഗവൺമെന്റ് കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, തോട്ടം തൊഴിലാളികളെ മനുഷ്യരായി പോലും പരിഗണിക്കുവാൻ ഈ ഗവൺമെന്റ് കൂട്ടാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. തൊഴിലാളികളുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഈ ഗവൺമെന്റ് തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങൾക്ക് പകരം പുതിയ വീടുകൾ, തൊഴിലാളികൾക്ക് ESI നടപ്പാക്കണം, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം, വേതനം കലോചിതമായി പരിഷ്കരിക്കണം. ഈ ശുപാർശകൾ ഒന്നും നടപ്പായില്ല. വീടുകൾ നിർമ്മിക്കാൻ 20 കോടി അനുവദിച്ചെങ്കിലും പദ്ധതി പാതി വഴിയിൽ നിലച്ചു. ഫലത്തിൽ പ്ലാന്റേഷൻ മേഖലയുടെ പുനരുദ്ധാരണത്തിൽ തൊഴിലാളികൾ കൂടി ഉൾപ്പെടുമെന്ന കാര്യം സർക്കാർ മറന്നു. അധ്വാനവർഗ സിദ്ധാന്തം ഇടതു സർക്കാർ കൈവിടുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ സർക്കാർ തൊഴിലാളിക്കൊപ്പമോ അതോ മുതലാളിക്കൊപ്പമോ? എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരിയായ ഹർഷിന നിരാഹാരം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് നിരാഹാര സമരം. നീതി ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഹർഷിന പറഞ്ഞു. എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ആ പരാതിക്കാരി അല്ലെങ്കിൽ അതിന്റെ ഇരയായ ഹർഷിന ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞ് നടപടി സ്വീകരിക്കണം, ഒപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഫോറൻസിക് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ഹർഷിന ഉന്നയിക്കുന്നത്. എന്തായാലും ഹർഷിന ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സൂചനാ സമരമാണോ യഥാർത്ഥത്തിൽ? സൂചനാ സമരം എന്നുള്ള രൂപത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിരാഹാരം അനിശ്ചിതകാലം കിടക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 15, അതായത് 6 മാസം ആവുന്നുള്ളൂ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രിക ആണെന്ന് തെളിഞ്ഞിട്ട്. അപ്പൊ അന്ന് തൊട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ്. 3 വിദഗ്ധ സമിതികൾ അന്വേഷിച്ചു. അവസാനം ഫോറൻസിക് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ മന്ത്രിന്റെ അടുത്ത് എത്തിയിട്ടില്ല, ഗവൺമെന്റിന് അത് പുറത്ത് വിട്ടിട്ടില്ല. ആഴ്ചകളും കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു ഇത് ഫോറൻസിക്കിന് വിട്ടിട്ട്. അപ്പൊ എന്നിട്ടും ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇവർ പുറത്ത് വിടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു? 5 വർഷം ഞാൻ അനുഭവിച്ച് എനിക്കല്ലേ അറിയൂ. ഇവിടെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒത്താശയാണോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഒരു നീക്കം അങ്ങനെ തന്നെയാണോ കാണുന്നത്? ഇതിന്
അങ്ങനെ സംശയിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും വ്യക്തമായ എവിഡൻസ് ഉള്ള ഒരു കാര്യമായിട്ട് അവർക്ക് എന്തുകൊണ്ട് ഇത് പുറത്തുവിടാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് നീതി വാങ്ങിത്തരാൻ കഴിയുന്നില്ല? അപ്പോൾ ഗവൺമെന്റിന്റെ സ്ഥാപനം അവരെ ആൾക്കാരുമാണല്ലോ. ഡോക്ടേഴ്സ് ആണെങ്കിലും ഗവൺമെന്റിന്റെ അവർക്ക് കോട്ടം വരുത്തരുത് എന്നുള്ള രൂപത്തിലാണല്ലോ. വാളയാർ കേസിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഹൈക്കോടതി. CBI മുദ്രവെച്ച കവറിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരുന്നു നിരീക്ഷണം. CBI അന്വേഷണം കാര്യക്ഷമമല്ലെന്ന അമ്മയുടെ ഹർജിയിലാണ് കോടതി CBIയുടെ റിപ്പോർട്ട് തേടിയത്. ഹർജി 3 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി.